ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് CPT 2025 വന്നിട്ടുള്ള ഒരു അപ്ഡേഷൻ നോക്കാം. CPT ഹീമിക് ആൻഡ് ലിംഫാറ്റിക് സിസ്റ്റത്തിൻ്റെ അണ്ടറിലാണ് ഇത് വന്നിട്ടുള്ളത്. സോ ഇതിൻ്റെ ടോപ്പിക് വരുന്നത് സെല്ലുലാർ ആൻഡ് ജീൻ തെറാപ്പി എന്നുള്ളതാണ്. ഇതിലെ മെത്തേഡ് വരുന്നത് CAR T-cell തെറാപ്പിയാണ്. So chimeric antigen receptor T-cell therapy is a way to get immune cells called T-cells to fight cancer by changing them in the lab so they can find and destroy cancer cells. So cancer cells destroy ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് മെത്തേഡ് അല്ലെങ്കിൽ ഒരു തെറാപ്പിയാണ് ഈ കൈമറിക് ആൻറ്റിജൻ റിസെപ്റ്റർ T-cell തെറാപ്പി എന്ന് പറയുന്നത്. മെയിൻലി ക്യാൻസറിനെ ഫൈറ്റ് ചെയ്ത്, അതായത് അവരുടെ ആ ഒരു നേച്ചറിനെ ലാബിൽ വെച്ച് ചേഞ്ച് ചെയ്ത് മോഡിഫിക്കേഷൻ വരുത്തി ക്യാൻസർ സെൽസിനെ ഡിസ്ട്രോയ് ചെയ്യുകയാണ് ചെയ്യുന്നത്. So the CARs recognize and bind to specific proteins or antigens on the surface of cancer cells. Cancer cellsൻ്റെ സർഫസിലുള്ള സ്പെസിഫിക് പ്രോട്ടീൻസ് ആൻറ്റിജൻസിലൊക്കെ ബൈൻഡ് ചെയ്തിട്ട് then the mechanism of action of CAR T cells involve the binding of CARs to a targeted antigen present on tumor cell surface via SCFV recognition domain, which elicit anti-tumoral effects through the secretion of inflammatory cytokines. ഇനി ടിപ്സ് വരുന്നത് T cells are a type of white blood cells called lymphocytes. They are also called T lymphocytes. സോ ഈ T ലിംഫോസൈറ്റ്സിൻ്റെ ഒരു നേച്ചറിലുള്ള ചേഞ്ചസ് വരുത്തി അതിന് ലാബിൽ വെച്ച് ആ ഒരു ചേഞ്ചസൊക്കെ വരുത്തി പിന്നെ ക്യാൻസർ സെൽസിനെ ഡിസ്ട്രോയ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് കൈമറിക് ആൻറ്റിജൻ റിസെപ്റ്റർ T-cell തെറാപ്പി എന്ന് പറയുന്നത്. So the procedure for cellular and gene therapies involves several key steps. അതിൽ ഫസ്റ്റ് വണ്ണാണ് കളക്ഷൻ ഓഫ് സെൽസ്, എഫെറസിസ് എന്ന് പറയും. ഇവിടെ CPT കോഡ് വരുന്നത് 38225 ആണ്. പെരിഫറൽ ബ്ലഡ് ഓർ ബോൺ മാരോ ഇസ് കളക്റ്റഡ് ഫ്രം ദ പേഷ്യൻസ് ഓർ എ ഡോണർ. എഫെറസിസ് ഇസ് യൂസ്ഡ് ടു സെപ്പറേറ്റ് ആൻഡ് എക്സ്ട്രാക്ട് സ്പെസിഫിക് സെൽസ് സച്ച് ആസ് ദ T cells. സോ പേഷ്യൻറ്റിൻ്റെ പെരിഫറൽ ബ്ലഡോ അല്ലെങ്കിൽ ബോൺ മാരോയോ കളക്ട് ചെയ്യും. എയ്തർ ഓട്ടോലോഗസ്, അതായത് ഫ്രം പേഷ്യൻ്റ് ആയിരിക്കാം അല്ലെങ്കിൽ ഫ്രം എ ഡോണർ ആയിരിക്കും, അലോജനിക് എന്നും പറയുന്നുണ്ട്. സോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് കളക്ഷൻ ഓഫ് ബ്ലഡ് അല്ലെങ്കിൽ ബ്ലഡ് സെൽസ് ആണ്. സെക്കൻഡ് സ്റ്റെപ്പ് ഇസ് പ്രോസസ്സിംഗ് ആൻഡ് ജനറ്റിക് മോഡിഫിക്കേഷൻ. അതിൻ്റെ CPT കോഡ് വരുന്നത് 38226 ആണ്. ദ കളക്റ്റഡ് സെൽസ് ട്രാൻസ്പോർട്ടഡ് ടു എ സ്പെഷ്യലൈസ്ഡ് ലാബ്. ആദ്യം ഈ ബോൺ മാരോ അല്ലെങ്കിൽ ബ്ലഡ് സെൽസ് കളക്ട് ചെയ്തതിന് ഒരു ലാബിൽ വെച്ച് ട്രാൻസ്പോർട്ട് ചെയ്തിട്ട് ജനറ്റിക് എൻജിനീയറിംഗ് ടെക്നിക്സ് മോഡിഫൈ ദ സെൽസ് ടു എൻഹാൻസ് തെറാപ്യൂട്ടിക് ഫങ്ഷൻ സച്ച് ആസ് ദി CAR T-cell തെറാപ്പി. സോ ഇതിൻ്റെ ജനറ്റിക് എൻജിനീയറിംഗ് ടെക്നിക്സ് ഒക്കെ യൂസ് ചെയ്ത് ഈ സെൽസിനെ ഒരു ട്രീറ്റ്മെൻറ്റ് ഫങ്ഷനിലേക്ക് മോഡിഫൈ ചെയ്യുന്ന ആ ഒരു റീപ്രോഗ്രാമിംഗ് ഓഫ് T cells എന്ന് പറയാം. അതാണ് സെക്കൻഡ് സ്റ്റെപ്പിൽ നടക്കുന്നത്. ദാറ്റ് ഈസ് കളക്ട് ചെയ്ത ബ്ലഡിനെ പ്രോസസ്സ് ചെയ്ത്, ബ്ലഡ് സെൽസിനെ പ്രോസസ്സ് ചെയ്ത് CAR T-cell തെറാപ്പിക്ക് നീഡഡ് ആയിട്ടുള്ള രീതിയിലേക്ക് റീപ്രോഗ്രാം ചെയ്യുന്നതാണ് സെക്കൻഡ് സ്റ്റെപ്പിൽ വരുന്നത്. തേർഡ് സ്റ്റെപ്പ് ഇസ് ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് റെസിപ്റ്റ്. CPT കോഡ് വരുന്നത് 38227 ആണ്. ദ മോഡിഫൈഡ് സെൽസ് ആർ ഫ്രോസൺ ആൻഡ് ട്രാൻസ്പോർട്ടഡ് ബാക്ക് ടു ദി ക്ലിനിക്കൽ സൈറ്റ്. ദ മെഡിക്കൽ ടീം എൻഷുവേഴ്സ് പ്രോപ്പർ ഹാൻഡ്ലിംഗ് ബിഫോർ റീഇൻഫ്യൂഷൻ. സോ കളക്ട് ചെയ്തു, അതിനെ പ്രോസസ്സ് ചെയ്തു, അതിനെ ഫ്രോസൺ അല്ലെങ്കിൽ ഫ്രീസ് ചെയ്ത് ബാക്ക് ടു ദി ക്ലിനിക്കൽ സൈറ്റിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുന്നുണ്ട്. ബിഫോർ റീഇൻഫ്യൂഷൻ, അതായത് പേഷ്യൻറ്റിലേക്ക് അഡ്മിനിസ്റ്റർ ചെയ്യുന്നതിന് മുന്നേ പ്രോപ്പറായിട്ട് ഇതിനെ മാനേജ് ചെയ്യുന്നതാണ് തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ആൻഡ് ഫോർത്ത് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇൻഫ്യൂഷൻ ആണ്, വിച്ച് ഇസ് ദി അഡ്മിനിസ്ട്രേഷൻ ഓഫ് മോഡിഫൈഡ് T cells. അതിൻ്റെ കോഡ് വരുന്നത് 38228 ആണ്. ദ പേഷ്യൻ്റ് അണ്ടർഗോസ് കണ്ടീഷനിങ് കീമോതെറാപ്പി ടു പ്രിപ്പയർ ദ ബോഡി. ഫസ്റ്റ് പേഷ്യൻറ്റിന് കണ്ടീഷനിങ് കീമോതെറാപ്പി കൊടുത്ത് ബോഡീനെ പ്രിപ്പയർ ചെയ്യും. ദെൻ ദിസ് ജനറ്റിക്കലി മോഡിഫൈഡ് T cells ആർ തോഡ് ആൻഡ് ഇൻഫ്യൂസ്ഡ് ഇൻ ടു ദി പേഷ്യൻറ്റ്. സോ ഫ്രോസൺ ആയിട്ട് കീപ്പ് ചെയ്തിട്ടുള്ള T cellസിനെ തോ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഫ്രീസറിൽ നിന്ന് പുറത്ത് കീപ്പ് ചെയ്യുക പേഷ്യൻറ്റിലേക്ക്, എന്നിട്ട് ഇൻഫ്യൂസ് ചെയ്യുക.
Post-infusion monitoring is conducted to manage immune responses and potential side effects. So, after infusion, potential side effects അതുപോലെ ഇമ്മ്യൂൺ റെസ്പോൺസും ഒക്കെ മാനേജ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം മോണിറ്റർ ചെയ്യും എല്ലാം ചെയ്യുന്നതാണ്. സോ ഫസ്റ്റ് കളക്ട് ചെയ്തു, സെക്കൻഡ് സ്റ്റെപ്പിൽ അതിനെ റീപ്രോഗ്രാം ചെയ്തു, തേർഡ് സ്റ്റെപ്പിൽ അതിനെ തിരിച്ച് റിസീവ് ചെയ്തു, ഫോർത്ത് സ്റ്റെപ്പിൽ അഡ്മിനിസ്റ്റർ ചെയ്തു. Now this procedure is primarily used to treat cancers, example leukemia, lymphoma and genetic disorders ആണ്. ഇനി കോഡ് ഡിസ്ക്രിപ്ഷൻ നോക്കുകയാണെങ്കിൽ 38225 chimeric antigen receptor T-cell therapy, harvesting of blood-derived T lymphocytes for development of genetically modified autologous CAR T-cells per day ആണ്. സോ കാർഡ് തെറാപ്പി ആണ്. അതിൽ ഹാർവെസ്റ്റിംഗ് ആണ് പറയുന്നത്. മെയിൻലി കളക്ഷൻ ഓഫ് ബ്ലഡ്, അതിൽ നിന്നുള്ള ടി ലിംഫോസൈറ്റ്സിനെ ബൈൻഡ് ചെയ്തെടുക്കുക, അതാണ് ഇവിടെ മെയിനായിട്ടും പറയുന്നത്. നെക്സ്റ്റ് കോഡ് 38226 chimeric antigen receptor T-cell therapy, preparation of blood-derived T lymphocytes for transportation, example cryopreservation storage. സോ റീപ്രോഗ്രാം ചെയ്ത ടി സെൽസിനെ ഫ്രോസൺ ആയിട്ട് കീപ്പ് ചെയ്യുന്നത്, ക്രയോ പ്രിസർവേഷൻ ആണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു. സോ അതിനുള്ള പ്രിപ്പറേഷൻ ഒക്കെ ചെയ്യുന്നതാണ് 38226 പറയുന്നത്. നെക്സ്റ്റ് കോഡ് 38227 chimeric antigen receptor T-cell therapy, receipt and preparation of CAR T-cells for administration. സോ ക്രയോ പ്രിസർവേഷൻ ചെയ്ത് വന്നിട്ടുള്ള മോഡിഫൈഡ് ആയിട്ടുള്ള ടി സെൽസിനെ എന്താണ് ഇവിടെ പ്രിപ്പയർ ചെയ്യാണ് ബിഫോർ അഡ്മിനിസ്ട്രേഷൻ. പ്രോപ്പറായിട്ട് റിസീവ് ചെയ്ത് അതിനെ പ്രിപ്പയർ ചെയ്യാണ് ഫോർ പ്രോപ്പർ അഡ്മിനിസ്ട്രേഷൻ. നെക്സ്റ്റ് കോഡ് ഇസ് 38228, ദാറ്റ് ഇസ് chimeric antigen receptor T-cell therapy, CAR T-cell administration, ഓട്ടോലോഗസ് ആയിട്ടുള്ള CAR T-cells administration ആണ് പറയുന്നത്. സോ ദ ലാസ്റ്റ് സ്റ്റെപ്പ് ഇസ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് ദി T-cells. സോ ഈ ഒരു അഡ്മിനിസ്ട്രേഷൻ കഴിയുമ്പോൾ ഈ ടി സെൽസ് പോയി ക്യാൻസർ സെൽസിനെ ഫൈൻഡ് ചെയ്ത് ഫൈറ്റ് ചെയ്യുക, അതാണ് ഇവിടെ ഈ ഒരു തെറാപ്പി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇവിടെ മെയിനായിട്ട് വരുന്ന 4 സ്റ്റെപ്സ് എന്ന് പറയുന്നത്, ഫസ്റ്റ് വൺ ഇസ് ഹാർവെസ്റ്റിങ്ങിൽ ഫസ്റ്റ് കളക്ഷൻ ഓഫ് ബ്ലഡ് ആണ്. ബ്ലഡ് സെൽസ് അല്ലെങ്കിൽ ബോൺ മാരോയിൽ നിന്നുള്ള ടി ലിംഫോസൈറ്റ്സിനെ കളക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. സെക്കൻഡ് വൺ ഇസ് ഫോർ ദി പ്രിപ്പറേഷൻ ഓർ റീപ്രോഗ്രാമിംഗ് ഓഫ് ദി കളക്റ്റഡ് ടി സെൽസ് ആണ്. ആൻഡ് തേർഡ് വൺ ഇസ് ഈ പ്രിപ്പറേഷനിൽ പ്രിപ്പയർ ചെയ്ത് അതിനെ ക്രയോ പ്രിസർവേഷൻ വഴിയാണ് സെൻഡ് ചെയ്യുന്നത്. സോ അതിന് പ്രോപ്പറായിട്ട് റിസീവ് ചെയ്ത് ദെൻ അഡ്മിനിസ്ട്രേഷന് വേണ്ടിയുള്ള പ്രിപ്പറേഷനാണ് അവിടെ നടക്കുന്നത്. ആൻഡ് ദ ലാസ്റ്റ് സ്റ്റെപ്പ് ഇസ് അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ ഇൻഫ്യൂഷൻ എന്ന് പറയാം. സോ അഡ്മിനിസ്ട്രേഷൻ കഴിയുമ്പോൾ ഈ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു ഓട്ടോലോഗസ് ബോഡിയിലേക്ക് തന്നെ, സെയിം ബോഡിയിലേക്ക് തന്നെ എന്താണ് അഡ്മിനിസ്റ്റർ ചെയ്യുകയാണ് ചെയ്യുന്നത് ടി ലിംഫോസൈറ്റ്സിനെ, ടി സെൽസിനെ, മോഡിഫൈഡ് ആയിട്ടുള്ള ടി സെൽസിനെ. സോ ആ സെൽസ് പോയി ക്യാൻസർ സെൽസായിട്ട് ഫൈറ്റ് ചെയ്താണ് ഇവിടെ ക്യൂർ പറയുന്നത്. Thank you for watching. Hope the video is helpful. If you feel the video is helpful, please do like, share and subscribe. Thank you.